വികസന പ്രവർത്തനങ്ങൾക്കെതിരെ UDF നടത്തുന്ന കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ. കോന്നിയിലെ വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയതാണെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ജനീഷ് കുമാർ പറയുന്നു. ഈ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ സജീവമായി പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 2 പ്രാവശ്യം കോന്നിയുടെ MLA വികസന പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പങ്കാളികളായി നാടിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വിജയം ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായും 100% വിജയിക്കും. 100% വിജയിക്കും എന്നല്ല, കോന്നിയുടെ ചരിത്രത്തിൽ ഇതുവരെ ലഭിക്കാത്ത വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ കോന്നിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടും. നിലവിലെ ഈ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ചയുള്ളത്. അത് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ അല്ല UDF അവകാശപ്പെടുന്ന കോന്നിയിൽ വികസന പ്രവർത്തനങ്ങളെല്ലാം അവരാണ് കൊണ്ടുവന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എന്താണ് പറയാം? 5 വർഷം മുമ്പ് കോന്നി സെൻട്രൽ ജംഗ്ഷനിലെ സ്ഥിതി എന്തായിരുന്നു? അവിടെ കുഴിയായിരുന്നു. ഓട്ടോക്കാരുടെ പരാതി, ആ കുഴി ഒന്ന് അടച്ചു തരണം, ഇല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ വെള്ളം അവരുടെ ദേഹത്തേക്ക് തെറിക്കുന്നു എന്നതായിരുന്നു. മറന്നുപോയിട്ടില്ലല്ലോ. പ്രധാന റോഡ് കലഞ്ഞൂരിലേക്ക് പോകണ എന്ത് പ്രയാസമായിരുന്നു, പത്തനംതിട്ടയിലേക്ക് പോകണ എന്ത് പ്രയാസമായിരുന്നു, എത്ര കുഴികൾ താണ്ടണമായിരുന്നു. അവിടെയാണ് ഇന്ന് മലയോര ഹൈവേ എന്ന കോന്നിക്കാരുടെ 3 തലമുറയുടെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുള്ളത്. 3 തലമുറകളുടെ സ്വപ്നമാണ്. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കോന്നിയിൽ വന്ന് നിർവഹിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഓർമ്മയില്ലേ? കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് തട്ടിപ്പാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ അതിന്റെ അവകാശവാദമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം കോന്നിയിലെ ജനങ്ങൾ മനസ്സിലാക്കും. മെഡിക്കൽ കോളേജ് ഉപതെരഞ്ഞെടുപ്പ് കഴിയും. മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്തായിരുന്നു? 12-ൽ തറക്കല്ലിട്ടു, സമ്മതിച്ചു, തറക്കല്ലിട്ടത് നിങ്ങളാണ്. 14-ൽ പണി ഉപേക്ഷിച്ച് പോയില്ലേ? ഉപേക്ഷിച്ച് പോകാൻ കാരണം എന്താ? കോൺട്രാക്ടർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടല്ലേ. പിന്നെ അത് ഇത്തിൽ കയറി നിൽക്കുകയല്ലായിരുന്നു. ഇതെല്ലാം കോന്നിക്ക് പുറത്താണ് വിശ്വസിക്കും. കോന്നിക്കാർ കണ്ടത് അവിടെ നടന്നുകൊണ്ടിരുന്ന പാറ പൊട്ടിച്ച് കൊണ്ടുവന്ന പണിയായിരുന്നു. അവിടെ നിന്നാണ് 352 കോടി രൂപ കിഫ്ബിയിൽ നിന്നും ഗവൺമെന്റ് അനുവദിക്കുന്നത്. അപ്പോഴെന്താ കോന്നിക്കാർ കണ്ടതല്ലേ? പരിഹസിച്ചില്ലേ എന്നെ? ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ച് കോന്നിക്കാർ ബോർഡ് വെച്ചപ്പോൾ ആ ബോർഡിന്റെ ചുവട്ടിൽ നിന്ന് എന്നാൽ ഇതൊന്ന് നടത്തി കാണിച്ച് തരണം എന്ന് വെച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞില്ലേ. അവിടെ നിന്നാണ് ആ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ചുകൊണ്ട് പാരിസ്ഥിതിക അനുമതി മുതൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി വരെ വാങ്ങി, എല്ലാ അനുമതികളും വാങ്ങി. 352 കോടി രൂപയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതിവേഗം ഒരുക്കി. ഒരു ദിവസം താമസിക്കാതെ 2022-ൽ കോന്നിക്കാരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുത്തു. 4ാം വർഷ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നു. ഇനി PG തുടങ്ങണം. കാർഡിയോളജിയും നെഫ്രോളജിയും ന്യൂറോളജിയും ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങണം. അതിന്റെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഒരുങ്ങിക്കൊണ്ട് ഇതെല്ലാം കോന്നിക്കാർ കണ്ടുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളിലൊന്നും എനിക്കൊരു ഭയവുമില്ല. കാരണം ഞങ്ങൾ തട്ടിപ്പല്ല പറയുന്നത്, ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നോക്കൂ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പം കോന്നിയുടെ അടിവാരത്തു നിന്നും മലയോര മേഖലയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ എന്ത് പ്രയാസമായിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം ഇപ്പം മാറിയില്ല. ഇപ്പം എയർപോർട്ടിന് സമാനമായ റോഡാ തേക്കുതോട്ടിലും കരിമാന്തോട്ടിലും ഉൾപ്പെടെ ചെല്ലുമ്പോൾ. മുമ്പൊക്കെ 5 ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് ആണ് ആ പ്രദേശങ്ങളിലൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കോടികൾ മാറുകയല്ലേ, കോടികളുടെ ഡെവലപ്മെന്റില്ലേ. അതല്ലേ ജനത്തിന് വേണ്ടത്, അതാണ് ജനം ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ നിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കോന്നിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. അതിന് നേതൃത്വം കൊടുത്ത MLA എന്ന നിലയിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായും വികസനം മുരടിച്ചു നിന്നൊരു നാടായിരുന്നു കോന്നി. കോന്നി ആനക്കൂട് നമുക്കറിയാം, എത്രയോ വർഷം പഴക്കമുണ്ട്. ആ ആനക്കൂട്ടിലേക്ക് ആദ്യം ടൂറിസ്റ്റുകൾ കേരളത്തിൽ എത്തിയ സ്ഥലമാണ്. വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ മങ്ങിപ്പോയില്ലേ. ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ആന മ്യൂസിയം തുടങ്ങി, അതിനുശേഷം ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങി, ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങി. അങ്ങനെ നിരവധിയായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ആനക്കൂട്ടിൽ തന്നെ ആരംഭിച്ചു. അടവിയിൽ ഇപ്പൊ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ആലുവാങ്കുടി ചെയ്യുന്നു.
ടൂറിസ്റ്റ് കേന്ദ്രമാക്കി തന്നെ കോന്നിയെ മാറ്റണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ തുടക്കം കുറിച്ച കാര്യങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടണം. മഹാനായ ഗുരു നിത്യചൈതന്യ യതി ജന്മം കൊണ്ട നാടാണ് കോന്നി. അങ്ങ് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ സ്മാരകമുണ്ട്. ജന്മനാട്ടിലൊരു സ്മാരകമില്ലായിരുന്നു. അതിന് തുടക്കം കുറിച്ച സമയമായത്. അപ്പൊ ഇതെല്ലാം കോന്നിയിലെ ജനങ്ങൾ, തട്ടിപ്പ് കോന്നിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, കപടത കോന്നിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ എന്താണ് വികസനം എന്നത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കുറിച്ചിട്ടു കോന്നിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ കോന്നിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ വികസന പ്രവർത്തനങ്ങൾ കോന്നിയിൽ നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ തന്നെ മുന്നിൽ വെച്ചാണ് പ്രചരണ പരിപാടികൾ നടത്തുന്നത്. എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് സ്ഥാനാർത്ഥി പോവുകയാണ്. കോന്നിയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18.